എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്ക് ക്ലിനിക്കിലുണ്ട്. ഒരു ദിവസം തന്നെ 10-12 SCT ആണ് ചെയ്യേണ്ടി വരിക. അതുമാത്രമല്ല, ബാക്കിയുള്ള ഫ്രീ ടൈമിൽ എനിക്ക് ഒരു ക്രേസ് കയറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഒരു കണ്ടുപിടുത്തം നടത്താനുള്ള പ്ലാനിലാണ് ഞാൻ. അത് കണ്ടുപിടുത്തം സക്സസ് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് എന്തായാലും ഞാൻ മൂവ് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ കുറേ പേഷ്യൻസിന് SCT ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ വരും. ഇപ്പോൾ ഫോളിക്കിൾ ഉണ്ടെങ്കിൽ, ഫോളിക്കിൾ ഇല്ലാത്തടത്ത് ഹെയർ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഓപ്ഷനായിട്ടും എടുക്കാൻ പറ്റും. ഫോളിക്കിൾ ഉണ്ടെങ്കിൽ SCT വഴി നമുക്ക് മാക്സിമം ഹെയർ വരുത്താനും പറ്റും. ഫോളിക്കിൾ ഇല്ലാത്തടത്ത്, എസ്പെഷ്യലി നെറ്റിൻ്റെ ഫോർഹെഡിൻ്റെ 2 സൈഡിലൊക്കെ ഫോളിക്കിൾ പെട്ടെന്ന് അടഞ്ഞു പോകുന്ന സ്ഥലത്ത്, അവിടെ നമുക്ക് യൂഷ്വലി ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് യൂഷ്വലി ആളുകൾ ചൂസ് ചെയ്യുന്നത്. അത് തന്നെ ഇപ്പോൾ ഡോണർ ഏരിയയിൽ ഹെയർ ഇല്ലാത്ത ആളുകൾക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ SCT ചെയ്തിട്ട് ഡോണർ ഏരിയ വലുതാക്കിയിട്ട് അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. പക്ഷേ നേരെ മറിച്ച് ഒട്ടും ഹെയർ ഇല്ലാത്ത ആളുകൾക്ക്, അതായത് ഡോണർ ഏരിയയിൽ നിന്ന് ഹെയർ എടുക്കാൻ പറ്റാത്ത ലെവലിൽ, അതായത് ഒട്ടും ഹെയർ ഇല്ല, ഒട്ടും റൂട്ട്സ് ഇല്ലാത്ത കംപ്ലീറ്റ്ലി ബാൽഡായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മുടി വരുത്താൻ പറ്റുക, അതാണ് നമ്മുടെ കണ്ടുപിടുത്തേണ്ട മെയിൻ ബേസിക് പ്രിൻസിപ്പിൾ, എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലായത്, നമുക്ക് യൂഷ്വലി ആർട്ടിഫിഷ്യൽ ഹെയർ അല്ലെങ്കിൽ ഫൈബർ ടൈപ്പ് ഓഫ് ഹെയർ കിട്ടും യൂഷ്വലി വാങ്ങാൻ വേണ്ടിയിട്ട്. അത് യൂഷ്വലി എല്ലാവരും ചെയ്യാന്ന് വെച്ചാൽ, ഈ വിഗിൽ യൂസ് ചെയ്യുന്ന ഹെയർ ഇല്ലേ, അതേ ടൈപ്പ് ഭയങ്കര ക്വാളിറ്റിയുള്ള ആർട്ടിഫിഷ്യൽ ഹെയർസ് കിട്ടും. അപ്പോൾ ആ ഹെയർസ് നമുക്ക് ഒരു മെഷ് പോലെ, അതായത് നിങ്ങൾക്ക് അറിയുണ്ടാവും സ്യൂച്ചറിങ് എന്താണെന്ന് വെച്ചാൽ, അതായത് തുന്നലിടുക എന്ന് വെച്ചാൽ 2 ടൈപ്പ് തുന്നലുണ്ട്. അതായത് ബോഡീൻ്റെ ഉള്ളിൽ ഇടുന്ന തുന്നൽ, ലൈക്ക് എന്താ പറയുക, സൂച്ചറിങ് ചെയ്യുമ്പോൾ അത് യൂഷ്വലി അബ്സോർബബിൾ സൂച്ചറാണ്. അതായത് ബോഡീൻ്റെ ഉള്ളിലോട്ടുള്ള ഏരിയകളൊക്കെ നമ്മൾ തുന്നിടുമ്പോൾ അത് അബ്സോർബ് ചെയ്യും ആ സൂച്ചർ. അതായത് ആ ഒരു എന്താ പറയുക, തുന്നലിനെ ബോഡി അബ്സോർബ് ചെയ്യും. മറ്റേതാണെങ്കിൽ, സാധാ തുന്നലാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ട് തുന്നൽ അഴിക്കേണ്ടി വരും. പക്ഷേ അബ്സോർബബിൾ സൂച്ചറാണെങ്കിൽ തുന്നൽ ബോഡി കാലക്രമേണ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അതായത് എന്താ വെച്ചാൽ, ഒരു മെഷ് പോലെ ഈ അബ്സോർബബിൾ സൂച്ചർ ഉണ്ടാക്കുക, മെഷ് പോലെ. എന്നിട്ട് ആ മെഷിൻ്റെ മുകളിൽ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഹെയർസ് ജസ്റ്റ് ഫില്ല് ചെയ്ത് മാക്സിമം എത്രത്തോളം എവിടേക്കാണ് മുടി വരുത്തേണ്ടത് അത്രയും ഹെയർ, ആർട്ടിഫിഷ്യലാണ് ഹെയർ, അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നിടത്തോളം ആളുകൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹെയർ മെയിനായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു മെഷ് നമ്മൾ തലേൻ്റെ എവിടെയാണോ മുടി വരേണ്ടത് ആ ഏരിയയിൽ 4 ക്വാഡ്രൻസ് ആക്കി വെച്ചിട്ട്, അവിടെ ഈ ക്വാഡ്രൻസിന് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഏരിയയിൽ കുറച്ച് മുറിവാക്കിയിട്ട് ഇത് കുറച്ച് ഡെപ്തിലോട്ടാക്കുക. ഏത് അബ്സോർബബിൾ സൂച്ചറിൻ്റെ ആ ലെയർ കുറച്ച് ഡെപ്തിലോട്ടാക്കുക. അങ്ങനെ 4 സ്ഥലത്തും അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ അബ്സോർബിൾ സൂച്ചർ ഉണ്ടാവുക വെച്ചാൽ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സൂച്ചർ അബ്സോർബ് ആവുകയും ചെയ്യും, ആ ഹെയർ അതേപോലെ നിലനിൽക്കുകയും ചെയ്യും. അത് എത്രത്തോളം എന്താ പറയുക പോസിബിൾ ആണ് എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഓൾസോ നീഡ് ടു നോ അബൌട്ട് ദ സൈഡ് എഫക്ട്സും നോക്കണം അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലാണ്, ഈ പ്രോസസ്സിലായിരുന്നു ഞാൻ ഇത്രയും ദിവസം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഒരു മെഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെഷിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ SCT ചെയ്യുമ്പോൾ ചില ആളുകൾ, ഇപ്പോൾ നമുക്ക് ഡെയിലി ഒരു 10-12 പേഷ്യൻ്റ് SCT ചെയ്യാനുണ്ടാവാറുണ്ട് ഡെയിലി. അപ്പോൾ 2 ക്ലിനിക്കിലും കൂടി കൂട്ടുമ്പോൾ, അപ്പോൾ യൂഷ്വലി ഈ 10-30 പേഷ്യൻസിലാണ് ഈ 10-12 പേര് നമ്മൾ ചെയ്യാറ്. അതായത് 30 പേഷ്യൻസ് ഒരു ദിവസം വരുമ്പോൾ അങ്ങനെ 12 പേഷ്യൻറ്റിനെ എടുക്കാറുള്ളൂ. യൂഷ്വലി ബാക്കിയുള്ള പേഷ്യൻസിന് മുടി വരാത്തതുകൊണ്ട്, അതായത് മുടി ഇത് ചെയ്ത് കഴിഞ്ഞാലും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. അതായത് അവർ വെറുതെ പൈസ കളഞ്ഞിട്ട് ഞങ്ങളോട് തന്നെ പിന്നെ വന്ന് കച്ചറയാക്കി ഞങ്ങളോട് റീഫണ്ട് ചോദിക്കേണ്ട അവസ്ഥ വെറുതെ വരുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനത്തെ കേസസ് എടുക്കാത്തത്. അപ്പോൾ അതിന് നിങ്ങൾ എത്ര ദൂരത്ത് നിന്ന് വന്നതാണെങ്കിലും നിങ്ങൾക്ക് അലോഗ്യം ഞങ്ങളോട് തോന്നിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ക്ലിനിക്കിൻ്റെ റെപ്യൂട്ടേഷൻ കൂടി നോക്കിയിട്ടാണ്. നമ്മൾ 2 പേർക്കും നല്ലത് അങ്ങനത്തെ കേസസ് എടുക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. അല്ലാതെ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ടൈമില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കേസ് നമ്മൾ എടുക്കാറില്ല.
അത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല. കാരണം മാൽദീവ്സിനൊക്കെ വന്ന ആളുകൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ചില ആളുകൾ നമ്മളോട് കച്ചറയാക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോനെ പറ്റി ഞാൻ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത ഇതിൽ പറയാം. ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ വീഡിയോ ലെങ്ത്ത് കൂടും, നിങ്ങളാരും കാണൂല. അതാണ് ഉണ്ടാവുന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. പിന്നെ വേറൊരു ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻറ്റ് പറയാം. SCT നമ്മുടെ അടുത്ത് നിന്ന് ചെയ്ത എല്ലാവർക്കും ഇനി ഭാവിയിൽ GFC ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപയ്ക്ക് GFC ചെയ്ത് കൊടുക്കാം. അത് ഏത് പേഷ്യൻ്റ് SCT 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഏത് SCT ചെയ്ത ആളുകൾക്കും ബാധകമാണ് ഈ ഒരു ഓഫർ. ഓക്കെ, അത് അന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.